നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇതുപോലുള്ളൊരു ആഘോഷം ഇപ്പോൾ സിനിമ നഷ്ടത്തിലോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ വല്ലപ്പോഴും മാത്രമാണ് ഇതേപോലെ സക്സസ് സെലിബ്രേഷൻ എല്ലാം സാധിക്കുന്നത്. ഇതിപ്പോൾ 2 വർഷത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ 3ാമത്തെ സക്സസ് സെലിബ്രേഷനാണ് നമ്മൾ ദുബായിൽ ആഘോഷിക്കുന്നത്. ഇപ്പം ഇതിനു മുന്നേ എനിക്ക് മുന്നേ സംസാരിച്ച പലരും ഈ കാവ്യ ഫിലിം കമ്പനിയും എന്നെയും വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ആർക്കും അറിയാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് എല്ലാവരും ഈ സക്സസിൻ്റെ ഇത് മാത്രം കേട്ടാൽ പോലെ. 2017 ഞാൻ ഈ സിനിമയിലോട്ട് വരുന്നത്, എൻ്റെ ജീവിതത്തിലോട്ട് സിനിമ കടന്നു വന്നത്. അതിന് നിമിത്തമായത് ഞങ്ങളൊരു ബില്ലുകളിൽ താമസിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സതീഷും സുമിതയാണ്. ഞങ്ങൾ രാത്രി പല ചർച്ചകളിലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് സിനിമയെന്ന് പറയുകയും കാലഘട്ടത്തിൽ ഇവർക്ക് പരിചയമുള്ള സതീഷ് ഡോക്ടർ പരിചയമുള്ള ഒരു ഡയറക്ടറെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞങ്ങളങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും ദുബായിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് ചെയ്യുന്നത്. ഒരു വലിയ നടനെ ഇതെല്ലാം ചെയ്തിരുന്നു. അതിൽ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്ന കുറേയധികം ആൾക്കാരൊക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ വെച്ച് നടത്തിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി. ആ സിനിമ ശരിക്കും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 1 മാസം കുട്ടികളുള്ളിൽ ഞാൻ അതിൽ നിന്ന് നൈസായിട്ട് ഞാനത് ആ പ്രൊജക്റ്റ് ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്താക്കണതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 2018 മാമാങ്കം എന്നുള്ള സിനിമ വന്നത്. അതും എല്ലാവർക്കും അറിയാം. ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവില്ല. അത്രയധികം, അതായത് മാമാങ്കത്തിൻ്റെ സിനിമയിലുള്ള യുദ്ധങ്ങളത്തിനേക്കാൾ കൂടുതൽ യുദ്ധം പുറത്തുണ്ടായിരുന്നു. ഏകദേശം സുപ്രീം കോർട്ട് വരെ സ്ഥിരമായിട്ട് കേസുകൾ, നാട്ടിലുള്ളവരും അതെല്ലാം കോടതികളിൽ കാവ്യേറ്റിടുക. ഇങ്ങനെ ഏത് ദിവസങ്ങളിലും വേണമെങ്കിലും ഷൂട്ടിങ് സ്റ്റോപ്പ് ചെയ്യാം. ഈവൻ റിലീസിൻ്റെ തലേദിവസം പോലും ഹൈക്കോടതിയിൽ ഇത് ഇഞ്ചക്ഷൻ ഓർഡറിന് വേണ്ടി വന്നിരുന്നു. അത്രയധികം പ്രശ്നങ്ങൾ നേരിടുകയും സിനിമ അസോസിയേഷൻ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഫെഫ്ക എല്ലാം കാവ്യ ഫിലിം കമ്പനിയെ ബാൻ ചെയ്തിരുന്നു. അതായത് അതിലെ മെമ്പേഴ്സ് ആയിരുന്ന ആരും ഈ സിനിമയിൽ സഹകരിക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, മീറ്റിങ്ങിനെ വിളിച്ചു കഴിഞ്ഞിട്ട്. പക്ഷേ അന്ന് ആ സിനിമ തിയേറ്ററിൽ ഇറക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനുകൂടി എൻ്റെ കൂടെ നിന്നത് നേരത്തെ നിങ്ങൾ ഇവിടെ വെൽക്കം സ്പീച്ച് പറഞ്ഞ സൈബി, എയ്ജോ, അതേപോലെ തന്നെ ബോബൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സത്യത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷയുള്ള സിനിമ ആയിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. അതിൽ നടന്ന സംഭവങ്ങൾ ആദ്യം ഒരു ഡയറക്ടർ വെച്ച് ഷൂട്ട് തുടങ്ങുന്നു. ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ മാറ്റുന്നു. അത് തന്നെ മലയാള സിനിമയിലെ ഒരു പരിചയമില്ലാത്ത ഒരു കാര്യമായിരുന്നു, ഒരു ഡയറക്ടർ മാറ്റിടുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുവരെ ഷൂട്ട് ചെയ്തത് എനിക്കിഷ്ടമായില്ല. അത് ഞാൻ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ഇല്ല. അത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. അതുപോലെ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളിലോട്ട് പോയത്. അതിനുശേഷം ഈ സിനിമ വേറെ ഡയറക്ടറും പുതിയ ടെക്നീഷ്യൻസും എല്ലാവരും എടുത്ത് സിനിമ തിയേറ്ററിൽ വന്നെങ്കിലും എൻ്റെ ലൈഫിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഏറ്റവും അധികം അറ്റാക്ക് കിട്ടിയേക്കണ ഒരു കാലഘട്ടം വരുന്നത് എന്നെ അത്ര മോശമായിട്ട്. അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്നെ അനാവശ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ഡയറക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ആർട്ടിസ്റ്റുകളോ ഒന്നുമില്ല, ഏറ്റവും അധികം ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് എന്താണ് സിനിമയൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ആ രീതിയിലായിരുന്നു അതിന് ഡീഗ്രേഡിങ് നടന്നത്. അതായത് മലയാള സിനിമ അതുവരെ കാണാത്ത ഒരു ഡീഗ്രേഡിങ് ആണ് സിനിമ ഉണ്ടായത്. അതിനുശേഷം ഞാനാകെ തകർന്നു. ഞാൻ പല ജോലികളും ചെയ്യണം. ഇപ്പോൾ ഒരു രസകരമായ കാര്യം, ഞാനും എൻ്റെ മകൻ കാശി കൂടി ഞങ്ങളുടെ ഷാർജ കോർണേഷിൽ പോയി കഴിഞ്ഞിട്ട് ഫിഷിങ്ങിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എഴുതി വേണുപോകുന്നപ്പോൾ ഇപ്പോൾ മീൻ പിടിച്ചാണ് ജീവിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ UK എൻ്റെ ഷോപ്പിൽ ലണ്ടനിലുള്ള അവിടെ ഞാൻ കൗണ്ടറിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്കൊരു തമാശ തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മോഹം, അതായത് ഒരു സിനിമ മാത്രം എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞ എന്നെ ശരിക്കും വാശിയോടുകൂടി ഈ ഫീൽഡിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് ഈ സോഷ്യൽ മീഡിയയിൽ
ഈ ജോലി എടുക്കുന്ന ആൾക്കാരാണ് അതിൽ വന്നത്. അതിനുശേഷം ഞാൻ 2-3 ചെറിയ ചെറിയ സിനിമകൾ ചെയ്തു. ഒന്നിൽ ഞാൻ കാവ്യ ഫിലിമിൻ്റെ പേരോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലോ എൻ്റെ പേര് വന്നില്ല. എനിക്കൊരു വിശ്വാസം, അതായത് അതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ ഒരു നല്ല സിനിമ ചെയ്യണം എന്ന് ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 2022 ജൂൺ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് 2018 കഥ പറയുന്നത്. സിനിമ തുടങ്ങുമ്പോഴും ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി ആരാണെന്ന് പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്കൊരു വിശ്വാസമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനിയുടെ പേരിൽ ഒരു ഫെയിലിയർ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏകദേശം 1-2 മാസം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാവ്യ ഫിലിം കമ്പനി ആയിരിക്കും, ഇതിൻ്റെ പ്രൊഡ്യൂസർ വേണമെന്നുണ്ടായിരിക്കും. അങ്ങനെ അത് രണ്ടാമത്തെ എല്ലാവർക്കും അറിയാം ഒരു ചരിത്രമായിരുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും സക്സസ് ആയ സിനിമ. അപ്പോൾ എനിക്ക് ഈ പറയുന്ന മാമാങ്കത്തിൽ ഞാൻ അനുഭവിച്ച അത് ഒരു പരിധിയെ മാറി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സിനിമകൾ ചെയ്തു. എന്നിട്ടും ഞാൻ കാവ്യ ഫിലിമിൻ്റെ കമ്പനി പ്രൊഡക്ഷൻ ഞാൻ വെച്ചിരുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തന്നെയാണ് വെച്ചത്. അതിനുശേഷം വീണ്ടും എനിക്ക് വിശ്വാസം വന്നത് ഈ രേഖാചിത്രത്തിൻ്റെ സ്റ്റോറി എൻ്റെ അടുത്ത് ജോഫിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ആ നിമിഷം തന്നെ പറഞ്ഞ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കാവ്യ ഫിലിമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയധികം കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു ഇത്. 100% ഈ സിനിമ ഓടുമെന്നും എനിക്കറിയാം. ഏകദേശം എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 50 കോടിയോ 100 കോടിയോ ഒക്കെ ഒന്നും അറിയില്ല, പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആരും ഒരു മോശം സിനിമയാണെന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നല്ല സിനിമകളുടെ എടുക്കുന്ന മാജിക്ക് തോന്നുമല്ല. എൻ്റെ ആദ്യത്തെ കളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത്രയധികം അനുഭവിച്ച് എന്താണ് സിനിമ എന്നും അതിൻ്റെ ഡയറക്ടറിൻ്റെ റോൾ എന്താണെന്നും ടെക്നീഷ്യൻ്റെ റോൾ എന്താണെന്നും എങ്ങനെയായിരിക്കണം ഒരു സിനിമയെന്നും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് നല്ലതായി പോലെ ഒരു നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഡയറക്ടറായിരിക്കണം. എഫിഷ്യൻ്റായ ഒരു ഡയറക്ടറായ പോലെ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കണം. അതൊരു വലിയ കാര്യമാണ്. നല്ലൊരു ഡയറക്ടറാണ് അങ്ങേറ്റത്തെ അവനാണ് ലോകത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഒരിക്കലും പോകില്ല. അതായത് നമ്മളുടെ കൂടെ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറുടെ കൂടെ നിന്ന് പോണ ഒരു പ്രൊഡ്യൂസർ. എൻ്റെ അടുത്ത് പലപ്പോഴും ഇത് വരുമ്പോൾ ഞാനിതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നമ്പർ ഓഫ് സിനിമാസ് എന്തായാലും നമുക്ക് ഒരു വർഷത്തിൽ ചിലപ്പോൾ 1-2 ഇതെല്ലാം കൂടി ഒത്തുവരുന്നുണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ സിനിമ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കരിയർ സാറിൻ്റെ കൂടെയാണ് വിജയ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ ഈ സിനിമാ ഫീൽഡിൽ നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആളുകൾ ചേർന്നിട്ടാണ് നിർത്തിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സിനിമ എടുക്കാൻ സാധിക്കുന്നു, അത്യാവശ്യം കാശ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഓക്കെ, എന്തായാലും നന്ദി, നമസ്കാരം. ഒരിക്കലും ഇപ്പോൾ ഒരു നിർമ്മാതാവിന്റെ കഥയെ പറഞ്ഞ് ജോഫിന് വേണമെങ്കിൽ അടുത്ത സിനിമ പ്ലാൻ ചെയ്യാം. ഉജ്ജയിനിക്ക് എല്ലാവിധ വിജയാശംസയും ഇപ്പൊ തന്നെ ഞങ്ങൾ നേരുകയാണ്. ഓയിൽ